രാവിലെ തന്നെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയതാണ് ഞാനും ആദ്യം അമ്പാടിയും കൂടെ. NTPC റോഡിൽ കൂടെ രാവിലെ നടക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ മൂന്നും കൂടെ ഇറങ്ങിയതാണ്. നടന്നിട്ട് വരാം. അതിനിടയ്ക്കാണ് താറാക്കൂട്ടങ്ങളെ കണ്ടെത്തിന്ന് കയറ്റുന്നത് കണ്ടത്. ഇതുങ്ങൾ അനുസരണയെന്ന് പറയുന്നില്ല. 3 പേര് ഓരോ സൈഡിൽ നിന്നിട്ട് അവിടുന്ന് ഇവിടുന്ന് വടി കാണിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നുണ്ട്. തെക്കോട്ട് ഓടിക്കാം, വടക്കോട്ട് പോവും, കിഴക്കോട്ട് പോവും. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കുറച്ച് നേരം അതും കണ്ടുകൊണ്ട് അവിടെ നിന്നേ. അവരെ വരിയായിട്ട് അവർ കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇതൊരു രസമുണ്ടായിരുന്നു കാണാൻ. ഇടയ്ക്കൊക്കെ കാണാറുള്ളൂ. പിന്നെ സൂര്യോദയം കണ്ടു. സൂര്യോദയം കണ്ടിട്ട് ഞാനും ആദ്യം അമ്പാടിയും കൂടെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്പാടിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നൈസായിട്ട് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ ദോശയും ചമ്മന്തി ഉണ്ടായിരുന്നു. അതും കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്പാടിയുടെ തലയിൽ താണ്ടൊരു നര. അയ്യോ, നര! അയ്യോ, കിളവൻ! അവനാ നരയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അത് കഴിഞ്ഞ് എനിക്ക് മാവേലിക്കര വരെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ മാവേലിക്കരയിലോട്ട് പോയി. കുരുപ്പിൻ്റെ കൂടെ പുറത്ത് വരെ പോകണമായിരുന്നു. അതുകൊണ്ട് ഞാനും അവളും കൂടെ പുറത്തോട്ട് പോയി. ഷോറൂമിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് കടവൂരെ ഹോട്ടലിൽ കയറി സദ്യയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇവിടുത്തെ സദ്യ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. പായസം കുട്ടി അടിപൊളി സദ്യ ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. പക്ഷേ കറികൾക്കൊക്കെ ഭയങ്കര പുളിയായിരുന്നു. പുളിയവും മധുരവും ഒക്കെ ആയിരുന്നു. പക്ഷേ കൊള്ളാം. പ്രഥമനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് കഴിച്ചു. അവളൊരു ബീഫ് കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു കടവൂരും നഗത്തോട്ട് കിടക്കുന്ന വഴി ഒന്ന് പോയിട്ട് വരാം, നല്ല വൈബാണ്, നല്ല രസമാണെന്ന്. അങ്ങനെ ഞങ്ങൾ ഈ വഴി കൂടെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ ഈ വഴി കൂടെ വരാൻ നല്ല രസമാണ്. നല്ല കാമായിട്ട് കണ്ടം പൂട്ടുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ ഞാനും അവളും ടാറ്റ ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ പച്ചക്കറിയൊക്കെ ചേട്ടൻ ബൈന്നായിരുന്നു. പിന്നെ ബയ്യയുടെ കയ്യിൽ നിന്ന് അമ്മ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ചായ ഇട്ട് കടി ഉണ്ടായിരുന്നു, കടിയും കഴിച്ചു. പിന്നെ അമ്മ ഉണങ്ങിയ ഉള്ളി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പഴയ ഉള്ളി കുറേ കൊട്ടക്കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം അമ്മ പാറ്റി പെറുക്കി എടുക്കുമായിരുന്നു. സന്ധ്യയായപ്പോൾ ആദ്യമേ കുളിച്ചിട്ട് പോയി വിളക്ക് കത്തിച്ചിട്ടുണ്ട്, മെഴുകുതിരിയും കത്തിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ കുളിച്ചിട്ട് വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ആദ്യമായിട്ട് ഇവിടെ കടങ്കഥ മത്സരമാണ് നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കര കോമഡിയാണ്. പിന്നെ ഞാനും അമ്മയും ആദ്യം കൂടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് കളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കിടന്നുറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.